ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ നാളുകളായി. നമുക്കൊരു വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിന്ന് വന്നിട്ടുള്ളത് വെൽഡിങ്ങിനെ കുറിച്ച് പറയാനാണ്. വെൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ, നമ്മളിപ്പോൾ സ്വയമായിട്ട് ചെയ്യാൻ പറ്റുക അങ്ങനെ ചെറിയ ചെറിയ വർക്കുകൾ, അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽഡിങ് തന്നെ 4 തരത്തിലുണ്ട്: മിഗ്, ടിഗ്, ഗ്യാസ്, ആർക്ക്. ഇതിൽ കൂടുതലും നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വെൽഡിങ് ആയിരിക്കും നമ്മൾ കൂടുതൽ കാണുന്നതും. പിന്നെ നമ്മൾ വീടുകളൊക്കെ ചെയ്യുന്ന ഡ്രസ്സ് വർക്കൊക്കെ ചെയ്യുന്ന ആർക്ക് വെൽഡിങ്ങിലാണ്. നമുക്കിപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ആളുടെ കീഴിൽ പോയിട്ടോ ഒരു സ്ഥാപനത്തിൽ പോയിട്ടോ ഒന്നല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ സ്വയമായിട്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഐഡിയ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം തൊഴിൽ പോലെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു മേഖലയും കൂടിയാണിത്. ഈ വർക്ക് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ റെൻ്റ് എടുത്ത് ചെയ്തിട്ടുള്ളതാണ്. അതിന് ശേഷം എനിക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു പുതിയൊരു മെഷീൻ ഞാൻ ഒരെണ്ണം വാങ്ങിച്ച് അത് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആ മെഷീൻ നമുക്ക് അൺബോക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച പുതിയ വെൽഡിംഗ് മെഷീൻ. ഇത് നമുക്ക് അൺബോക്സ് ചെയ്താലോ? ഈ വെൽഡിംഗ് മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ പവറിൻ്റെയാണ്. 200 ആംസിൻ്റെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഗ്ലോബൽ പവറിൻ്റെ ഇതിൽ 2 കിറ്റുകളുണ്ടായിരിക്കും. കിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും വയറുകളുണ്ടായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇത് 2 നോബ് ഉണ്ടായിരിക്കും. നോബ് എന്ന് വെച്ചാൽ ആംബിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു ആംബിയറിൻ്റെ ഒരു ഡിജിറ്റൽ മീറ്റർ ഉണ്ടായിരിക്കും. പിന്നെ ഇതാണ് കോഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കോഡാണിത്. ഇത് നെഗറ്റീവ് ടെർമിനലാണ് ആണിത്. ഇത് 1.5 മീറ്റർ നീളമുണ്ടായിരിക്കും. ഇതതിൻ്റെ പോസിറ്റീവ്. ഇത് നമുക്ക് വെൽഡിംഗ് റാഡ് കൊടുക്കണം, കണക്ട് ചെയ്യേണ്ടതാണ്. ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇത് എൻ്റെ നെഗറ്റീവ് ടെർമിനൽ. അടുത്തായി അതിൻ്റെ പോസിറ്റീവ് ടെർമിനലാണ്. ഇവിടെയാണ് നമ്മൾ വെൽഡിംഗ് റാഡ് കൊടുക്കുക. ഇതതിൻ്റെ പവർ ഓൺ ഓഫ് സ്വിച്ചാണിത്. ഇതിൻ്റെ ഒരു ബാക്കിലൊരു ഹീറ്റ് സിങ്ക്, ഒരു ഫാനുണ്ട്. ഹീറ്റ് ഭയങ്കര ഹീറ്റായിരിക്കും. ട്രാൻസിസ്റ്ററായിരിക്കും നന്നായി ചൂടായിട്ട്. അത് കംപ്ലൈൻറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടി കമ്പനി ചെയ്തിട്ടുള്ളൊരു കൂളിംഗ് സിസ്റ്റമാണത്. ഇതിന് 24 മാസത്തെ വാറണ്ടി ഉണ്ടായിരിക്കും. നമ്മളെപ്പോഴും ഓൺലൈനിൽ എടുക്കാണ്ടിരിക്കാതിരിക്കുന്നതാണ്. ഇതിൽ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നത് നന്നാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ GST ബില്ല് നമുക്ക് ഈ ഗ്യാരണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. ഈ ഉള്ള കാലത്ത് വിലക്കുറവുണ്ടായിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് നന്നായിരിക്കുക. ഇതതിൻ്റെ ആംബിയർ സെറ്റ് ചെയ്യാനുള്ള നോബാണ്. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ആംബിയർ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലൊരു 203 ആംബിയർ വരെ നമുക്ക് കിട്ടുമില്ലേ. അത്യാവശ്യം ഒരു നല്ല വലിയ വർക്കുകളൊക്കെ അത്യാവശ്യം വർക്ക് ചെയ്യാൻ പറ്റുന്ന ആംബിയർ ഇതിലുണ്ട്. അത്യാവശ്യം മെറ്റീരിയലിൻ്റെ ഗേജ് അത്യാവശ്യം 200 ആംസിന് താഴെ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഗേജുള്ള മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് വെൽഡ് ചെയ്യാൻ പറ്റും നമുക്ക്. നോർമൽ കണ്ടീഷനിൽ ഒരു 65 ആംസിലേക്ക് നമുക്ക് വെൽഡിങ് തുടങ്ങാം. നമുക്ക് വെൽഡിങ് ആരംഭിക്കാം. അതിനേക്കാളും മുന്നേ കുറച്ച് സേഫ്റ്റി പ്രിക്കോഷൻ നമ്മൾ എടുക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആദ്യം ഗ്ലാസ് കണ്ടിന്യൂ ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ വെളിച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതീവ്രമായ വെളിച്ചാണ് വരിക. അപ്പൊ അത് നമുക്ക് ഒരു കണ്ടിന്യൂ ഒരു പരിധി വരെ നമുക്ക് സംരക്ഷണം കൊടുക്കാൻ ഗ്ലാസ് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇതിന് വേണ്ടി പുക. ഈ പുക കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ശ്വാസകോശമായ സംബന്ധമായ അസുഖമുള്ളവർക്കാണെങ്കിൽ അത് പുക ശ്വസിക്കുന്ന നല്ലതല്ല. പിന്നെ തുടർച്ചയായിട്ട് ഇത് നമുക്ക് ശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ പോലുള്ള രോഗം ഉണ്ടാവാണ് പറയാനുള്ളത്. പിന്നെ അതിന് നമുക്ക് തടയാനായിട്ട് നമുക്കൊരു മാസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഈ വെൽഡിങ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്ലക്സ് കൈമയ്ക്ക് വീണ് ചിലപ്പോൾ പൊള്ളയാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഗ്ലൗസ് ഉപയോഗിക്കാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി നമ്മുടെ ശരീരം മൂടാൻ ശ്രമിക്കണം. ഇവിടെ ആയാലും കഴിക്കും. എന്നുവെച്ചാൽ നമുക്ക് ഇതിന്റെ വെളിച്ചം ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വെളിച്ചം കടിച്ച് നമുക്ക് സ്കിന്നിന് ഓരോ കളർ വരാണെങ്കിൽ സാധ്യത കൂടുതലാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മൾ
നമ്മള് ശരീരം മറയ്ക്കാൻ നോക്കുക. ഇങ്ങനെ തൊപ്പി വയ്ക്കുകയോ ഒക്കെ ചെയ്ത് നമുക്കിങ്ങനെ മറയ്ക്കാവുന്ന ശ്രമം നടത്താം. പിന്നെ കാലിൽ നമുക്ക് വല്ല ബൂട്ട് ഉപയോഗിക്കുക. ആദ്യം നമുക്ക് പോസിറ്റീവ് ടെർമിനേറ്റ് നമുക്ക് വെൽഡിംഗ് റാഡ് പിടിപ്പിക്കാം. ഇത് 12 ഇതിന്റെയാണ് സൈസ്. ഇതിന് ഒരു മീഡിയം എല്ലാ സൈസിലും 12 ഉപയോഗിക്കുന്നത്. ഇതിലാണോ നമ്മൾ വെൽഡ് ചെയ്യേണ്ടത് ആയിരിക്കും നമുക്ക് എർത്തിന്റെ കണക്ട് കൊടുക്കും. ആദ്യം നമ്മളത് ഓണാക്കിയതിന് ശേഷം ഇതിന്റെ നമുക്ക് ആർക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ പുതിയ മെറ്റീരിയൽ ഉപയോഗിക്കുക. എന്നുവെച്ചാൽ തുരുമ്പും പെയിൻറ്റൊക്കെ ഇല്ലാത്ത ടൈപ്പ് മെറ്റീരിയൽ ഉപയോഗിക്കുക. അതിന് ഈ പെയിൻറ്റ് റസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ വെള്ളം പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ നമ്മൾ ഈ പരിപാടി ഉപേക്ഷിക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ കറക്റ്റ് ജോയിൻ്റ് ആയിരിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കറക്റ്റ് ജോയിൻ്റ് ആയിരിക്കണം. ഇവിടെ സെഡ് പോലെ സെഡിൻ്റെ പോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലേക്ക് ഇങ്ങനെ സെഡ് പോലെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്യിക്കുക. എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിത് കറക്റ്റ് 2 സൈഡും കറക്റ്റ് പിടിച്ച് വെൽഡിങ് നന്നായി പിടിച്ചിരിക്കും. ഇത് ഞാൻ ഒരു ചെയർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. ഇതൊരു വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ചെറിയ ചെറിയ വർക്കുകളാണ് ഈ ട്രേ വെച്ചുള്ളത്. ഈ ട്രേകൾ ഈ വർക്ക്. ഇത് ഞാനൊരു കോഴിക്കോട് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇതിലൊരു ഫ്രെയിം അടിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ നെറ്റ് അടിക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ കോഴിക്കുഞ്ഞുങ്ങൾക്കും ഒക്കെ ആയിട്ടുള്ള വെള്ളം, തീറ്റ, അതിനുള്ള സെറ്റപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫ്രെയിം അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ടി വിയുടെ സ്റ്റാൻഡാണ്. ഇത് റൊട്ടേഷൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്.